സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് പുതിയൊരു കഥ, അതായത് പഴയൂർ ദേശത്തിലെ കഥയല്ല, അത് അങ്ങ് തിരുവനന്തപുരത്തെ കഥയാണ് പറയുന്നത്. എൻ്റെ ഫേസ്ബുക്കിലൂടെ ഉണ്ടായിട്ടുള്ള കുറച്ച് ആത്മബന്ധങ്ങളുണ്ട്, രക്തബന്ധങ്ങളെക്കാളും ഊഷ്മളമായത്. അങ്ങനെ കുറച്ച് പേരുണ്ട്. അതിലൊരാളാണ് കവയത്രിയും കഥാകാരിയും സാമൂഹ്യ പ്രവർത്തകയും സമരമുഖങ്ങളിൽ തീപ്പൊരിയുമായ ബിന്ദു കമലൻ. തിരുവനന്തപുരത്താണ് അവരുടെ വീട്. വലിയ സൗഹൃദമാണ്. എന്നെ കണ്ടില്ലെങ്കിൽ വിളിക്കും, മാഷേ എന്തൊരു ചോറുകൾ കഴിച്ച, ഇല്ല ഇന്ന് പോര് ക്വാഴികൾ വെച്ചിട്ട് ക്വാഴിക്കറികൾ വെച്ചിട്ട് ഊണുകൾ തരാമെന്നൊക്കെ പറയും. അങ്ങനെ അപ്പോൾ ഞാൻ തിരിച്ചു കളിയാക്കും, എന്തൊരു ബിന്ദു, എന്തൊരു പൂനാച്ചങ്ങൾ എന്നൊക്കെ പറയും. അതിൽ വിരോധമൊന്നുമില്ല. നല്ല ഒരു പാചകക്കാരിയാണ് അത്ര ബിന്ദു. അപ്പോൾ കഴിഞ്ഞ വർഷം കോട്ടയത്തൊരു കവി സമ്മേളനം ഉണ്ടായിരുന്നു. അതിലേക്ക് എനിക്കും ക്ഷണം ഉണ്ടായിരുന്നു. മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തിരുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹത്തെ കാണണമെന്ന് ഒരുപാട് വർഷത്തെ മോഹമാണ്. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജയലക്ഷ്മി എൻ്റെ ഇഷ്ടകവയത്രിയാണ്, ബാലാമണിയമ്മയ്ക്ക് ശേഷം. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ കോട്ടയത്ത് പോയി. അപ്പോൾ ബിന്ദു വരുമ്പോൾ ഒരു 10-20 പേര് ഒരു ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കുള്ള ലോഡ്ജൊക്കെ അവിടെ എടുത്തിട്ടിരുന്നവർ. അങ്ങനെ ബിന്ദുവിൻ്റെ ഭർത്താവ് കമലൻ സാറിനെന്നാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ കമലൻ സാറിനോട് ചോദിച്ചേ, കമലൻ സാറേ ബിന്ദുവിൻ്റെ പാചകമൊക്കെ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ ചോദിച്ചു. എന്തൊരു അത് കഴിക്കാൻ പെടുന്ന പാട് എനിക്ക് അറിയാവുള്ളൂ. അങ്ങനെ പിറ്റന്നാൾ രാവിലെ പരിപാടി ആരംഭിക്കുമ്പോൾ ചുള്ളിക്കാട് വരാൻ കുറച്ച് വൈകി. എന്തോ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൂപ്പർക്ക്. അങ്ങനെ ആൾ വന്നു. പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിന്ദു പറഞ്ഞു ചുള്ളിക്കാടിനോട്, സാറിനെ കാണാൻ കോയമ്പത്തൂരിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഒരാളെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നെ നോക്കി ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് നിർത്തി ബിന്ദു ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് ശേഷമായിരുന്നു ഞങ്ങളുടെ കവിത പാഠന അതുകളെ. ഒരു കുറേ കവികളുണ്ടായിരുന്നു, 101 പേരാ. അങ്ങനെ അല്ല 101 പേര് വേറെ പരിപാടിക്കായിരുന്നു. ഇതിന് 101 അല്ല, കുറേ പേരുണ്ടായിരുന്നു കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും. അപ്പം എനിക്ക് ചുള്ളിക്കാടിനോടൊരു സംശയം ചോദിക്കേണ്ടായിരുന്നു. ചുള്ളിക്കാടിൻ്റെ മാസ്റ്റർ പീസ് കവിത എന്ന് AS പ്രിയ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു കവിത. പക്ഷേ കവിതയുടെ പേര് പ്രിയ അതിൽ ആ ലേഖനത്തിൽ എഴുതിയിരുന്നില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോടുള്ളൊരു വിമർശനമായിരുന്നു ലേഖനം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിവക്ഷകളിൽ എനിക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ചുള്ളിക്കാടിനോട്, അത് നിന്നെ ഞാൻ കണ്ടിട്ടില്ല, നിൻ്റെ പേരെന്താണാവോ അടുത്ത് ചോദിക്കാൾ പറഞ്ഞു, ആരോ ഒരാൾ. അപ്പോൾ എൻ്റെ സംശയം തീർന്നു. എൻ്റെ വിവക്ഷകൾ കൃത്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കവിത പാടാതെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ വേദിയിലിരിക്കുന്ന ചുള്ളിക്കാട് കറക്റ്റ് അവിടെ നിന്ന് എണീറ്റ് പോകണം. എനിക്ക് ഭയങ്കര സങ്കടമായി. മൂപ്പരെ മുമ്പിൽ ഇത് പാടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതേ. എങ്കിലും ഞാൻ പാടി. ചെറിയൊരു കവിതയാണ്, അത് ഞാൻ ഒന്ന് ഓടി പാടാം. ആരോ ഒരാൾ. നിന്നെ ഞാൻ കണ്ടിട്ടില്ല, നിന്റെ പേരെന്താണാവോ, നീ പെണ്ണോ പുരുഷനോ, നീ എനിക്കാരാണാവോ, എങ്കിലും സുഖത്തിൻ്റെ മാമ്പഴം മുറിക്കുമ്പോൾ വെൺപുഴു വടിവാർന്ന തക്ഷകൻ ദംശിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ കൊടും തീയല പടരുമ്പോൾ നിന്നെ ഞാൻ ഓർക്കുന്നു, നീ
പാതിരാത്തി വണ്ടിയിൽ എൻ്റെ ഈണം തീണ്ടി ഉറങ്ങാതിരിപ്പുണ്ടാം. അതാണ് ആ കവിത. അതിനപ്പോൾ ഇത് മൂപ്പര് മുമ്പിൽ പാടാൻ പറ്റില്ല എന്നുള്ള വിഷമമുണ്ടായിരുന്നല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ബിന്ദു വന്നിട്ട് പറഞ്ഞു, മാഷേ ചുള്ളിക്കാട് പോയിരുന്നില്ല, പുറത്തിരുന്നിട്ട് മാഷിൻ്റെ കവിത കേട്ടിരുന്നു, നന്നായി എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മോശമെന്ന് മൂപ്പര് പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടാ, അങ്ങനെ ബിന്ദുവായിട്ടുള്ള ബന്ധമാണല്ലോ പറഞ്ഞത്. അപ്പോൾ ബിന്ദു ഒരിക്കൽ എന്നെ വിളിച്ചപ്പോൾ ബിന്ദു പറഞ്ഞു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ബിന്ദു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മാഷേ മോന് തീരെ സുഖമില്ല. എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അവൻ തോന്നയ്ക്കൽ പോയിട്ട് തോന ബോഞ്ചുകൾ കുടിച്ച് ഇപ്പോൾ ജലദോഷങ്ങൾ, മൂക്കടപ്പുകൾ അത് കുറയണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊരു എണ്ണയുണ്ട്, എണ്ണ കയറ്റിച്ച് തേച്ചാൽ മതി, ഞാൻ ഈ പ്രശ്നമുള്ള ആളാണ്. അതെന്തൊരു എണ്ണകൾ മാഷേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകളൊക്കെ പറഞ്ഞു കൊടുത്തു. കുരുമുളക്, ജീരകം, കറിവേപ്പില, തുളസിയില, പുഴുങ്ങലരി, അങ്ങനെയെല്ലാം കൂട്ടി എണ്ണ കാച്ചിട്ട് പച്ചക്കർപ്പൂരം പൊടിച്ചിട്ടിട്ട് അതിൽ മിക്സാക്കി അടച്ചു വയ്ക്കുക. കുറച്ച് നെറിയിലിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മൂക്ക് തുറക്കും. വളരെ ആശ്വാസമാണ് ഈ ആസ്മയുള്ളവർക്കൊക്കെ. അപ്പോൾ എങ്കിൽ അതിൻ്റെ കൂട്ടുകൾ അയച്ചതാ മാഷേ എന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകളൊക്കെ വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ബിന്ദു എണ്ണ കാച്ചി വെച്ചു. ഇല്ല മാഷേ, പച്ചക്കർപ്പൂരം കിട്ടിയില്ല, തോന്നയ്ക്കൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിളിച്ചു, എണ്ണ കാച്ചിയാ ബിന്ദു എന്ന് ചോദിച്ചു. ഇല്ല മാഷേ, കിട്ടിയില്ല എന്ന് പറഞ്ഞു. ആറ്റിങ്ങൽ കിട്ടുന്നൊരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി വാങ്ങണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആറ്റിങ്ങലൊന്നും പോകണ്ട, ഞാൻ ഇവിടുന്ന് കൊറിയറിൽ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് കൊറിയറിൽ പച്ചക്കർപ്പൂരം അയച്ചു കൊടുത്തു. അവിടെ ബിന്ദുവിനത് കിട്ടി. അത് പാക്കറ്റ് പൊട്ടിച്ച വഴിക്ക് ബിന്ദു എനിക്ക് വിളിച്ചു. അപ്പം എന്താ ബിന്ദു എന്ന് വെച്ചു. മാഷേ, അയച്ചത് കിട്ടി, പക്ഷേ ഇത് വെള്ളയാണല്ലോ ഇന്ന്, അത് ഇവിടെ കിട്ടുന്നു. എങ്ങനെയുണ്ട്? ബിന്ദു വിചാരിച്ചത് കർപ്പൂരം എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലിരിക്കുന്നതാണേ. അപ്പം അങ്ങനെ അതാണ് ബിന്ദു കമലൻ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കമല സാറിന് കൂട്ടി എന്നെ തല്ലാൻ വരുമോ എന്നുള്ള പേടിയുണ്ട്. ബിന്ദു ചതിക്കരുത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളോടൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഓരോ കവിതാ ശകലങ്ങളൊക്കെ പാടാറുണ്ടല്ലോ. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, പ്രസാദ് വാര്യർ, എഴുത്തുകാരനും വാഗ്മിയൊക്കെയാണ്, നല്ല വിവരമുള്ള ഒരാളാണ്. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാ സുധാകര നീ ഈ കവിതയൊക്കെ പാടുന്നത്, നിൻ്റെ കഥ പറഞ്ഞാൽ പോരെ എന്ന് വെച്ചേ. പക്ഷെ മറിച്ചും അഭിപ്രായങ്ങളുണ്ടായി. അപ്പോൾ ഇതിൽ ഏത് അഭിപ്രായത്തിനാണോ മുൻതൂക്കം അതുപോലെ ചെയ്യാം. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ പറഞ്ഞ കവിത പാടണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാടണ്ട. പക്ഷെ കൂടുതൽ ആൾക്കാർ കവിത പാടാനാണ് പറഞ്ഞതെങ്കിൽ പ്രസാദ് വാര്യരെ ഞാൻ തല്ലുമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാവണം അത്. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഒരു കഥയായിട്ട് വീണ്ടും കാണാം കേട്ടോ.